ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ എങ്ങനെ നമുക്ക് ചിക്കൻ മലായ് കബാബ് തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ കബാബ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. നമ്മുടെ ചിക്കൻ കബാബ്, മലായ് ചിക്കൻ കബാബിന് വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം ചിക്കനാട്ടോ എടുത്തത്. ഇത് ബോൺലെസ് ആണ്, ബ്രസ്റ്റാണ് എടുത്തത്. നന്നായി ക്ലീൻ ചെയ്ത് വെള്ളമില്ലാതെ മിൻസ് ചെയ്തെടുത്താട്ടോ. മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് പൾസിലിട്ടിട്ട് ഒന്ന് നല്ലോണം ക്രഷ് ചെയ്താൽ പെട്ടെന്നായി കിട്ടും. കണ്ടത് ഇതൊന്ന് ഇവിടെ മാറ്റി വെക്കട്ടെ. ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ, ചതക്കിയെടുക്കണം മിക്സിൻ്റെ ജാറിലിട്ടിട്ട്. ഓരോന്ന് നമുക്ക് പറയേ. ഇതാ ഞാനൊരു 5 വെളുത്തുള്ളി, അത്യാവശ്യം വലുപ്പമുള്ള 5 വെളുത്തുള്ളി ചുള എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഇത്ര വലുപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ബദാം ഞാൻ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി തൊലി കളഞ്ഞതാണ്. ഇപ്പോൾ ബദാം ഇല്ലെങ്കിൽ നിങ്ങൾ അണ്ടിപ്പരിപ്പ് എടുത്താലും മതി കേട്ടോ, ഒരെട്ടെണ്ണം അതും കുതിർത്തണേ. പിന്നെ എരിവിന് പച്ചമുളക്, ഇതാ ഒരു 4 നല്ല എരിവുള്ള പച്ചമുളകാണ്, എരിവിനനുസരിച്ച് ചേർത്തോളൂ. പിന്നെ ഒരു ഇത്തിരി മിൻറ്റ്, പുതിന ഒരു 12-13 ചെറിയ കുഞ്ഞു പിടി. പിന്നെ ഇത്തിരി അധികം മല്ലിയില, ഒരു വലിയ പിടി, ഒരു 10 ഗ്രാമോളം മല്ലിയില. ഓക്കെ, ഇതെല്ലാം കൂടെ ഞാൻ നന്നായി ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഞാൻ ക്രഷ് ചെയ്തെടുത്തു. ഈ ഒരു രീതിയിലേ ക്രഷ് ആവുകയെ, പൊടിഞ്ഞു പോകരുത്, അരിഞ്ഞു പോവുകയും ചെയ്യരുത്. നിങ്ങളുടെ വെജിറ്റബിൾ ചോപ്പർ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി കേട്ടോ. അല്ലെങ്കിൽ അരിഞ്ഞു പോയാൽ നമ്മൾ ചിക്കനിലേക്ക് ആ ഗ്രീൻ കളർ പിടിക്കും. ഓക്കെ, ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ആയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് 1 ടീസ്പൂണിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതേപോലെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങ നീര് വെക്കുന്നുണ്ട്. സ്പൂണ് ചെറിയ ജീരകം, ക്യൂമിൻ സീഡ് ഞാൻ ഒന്ന് വറുത്ത് പൊടിച്ചതാണ്, 1 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിയില്ലേ, നമ്മളെ കൊറിയാണ്ടർ സീഡ്സ്, മല്ലി അതുപോലെ വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്, അത് 1 ടീസ്പൂൺ. ഒന്ന് മിക്സ് ചെയ്യേ. നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. മലായ് ചിക്കൻ കബാബല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ കബാബാവും, മലായ് കബാബ് ആവില്ല എന്നേ ഉള്ളൂ. പകരം 2 ടേബിൾ സ്പൂണ് തൈര്, പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താൽ മതി. തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതാ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ കബാബിൻ്റെ മിക്സ് ഇവിടെ റെഡിയാട്ടോ. ഇതിനി ഒരു 8 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഞാനിത് ഒരു 10 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അല്ലെ തലേന്ന് രാത്രിയൊക്കെ ആക്കി വെച്ചാൽ മതി, അല്ലെ രാവിലെ ചെയ്തൊക്കെ വൈകുന്നേരം കബാബ് ഉണ്ടാക്കാൻ. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ വെക്കട്ടെ. ഇത് കവർ ചെയ്യാം, ഒരു ഫോയിൽ പേപ്പർ കൊണ്ടിട്ടും കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണേ. അപ്പോൾ നമുക്കിനി കബാബ് ഉണ്ടാക്കാം. 10 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താണ്. ഇനി ഇത് കയ്യിലിത്തിരി എണ്ണ തടവിണ്ട്, സൺഫ്ലവർ ഓയിൽ ഇതാ ഇതുപോലത്തെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്താൽ കേട്ടോ. ഇതിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പച്ച ഈർക്കിലി എടുത്താലും മതി. ഇനി എണ്ണ കയ്യിൽ തടവുകൊണ്ട് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ എണ്ണ കയ്യിൽ തടവി കൊടുത്തിട്ട് എടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. ഓക്കെ, ഇതിലേക്ക് ഞാൻ ഒന്നിച്ചൊന്നാക്കി, ഇനി ജസ്റ്റ് കൈ വെച്ചിട്ട് കബാബ് മേൽ ഉണ്ടാവില്ലേ, ഞാൻ ഒന്നാക്കി കൊടുക്കാം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കബാബിൽ ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു ഇതിൽ, അതേപോലെ ആയിണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. കബാബ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെക്കുമ്പോൾ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിൽ എന്തെങ്കിലും ഓയിൽ തടവിയിട്ടേ വെക്കാവൂ കേട്ടോ. ഇതാ ഒരു ഫസ്റ്റ് സെറ്റ് 4 എണ്ണം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനി ഒന്ന് നമുക്ക് തവാ ഗ്രിൽ ചെയ്തെടുക്കാം. അതിന് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന്
കളറ് മാറി പെട്ടെന്ന് വേവും. കാരണം നമ്മൾ കീമല്ലേ, അരച്ചെടുത്ത ചിക്കനല്ലേ, അതും 10 മണിക്കൂറോളം ഫ്രിഡ്ജിലും വെച്ചു, അതുകൊണ്ട് പെട്ടെന്നാവും. ഇനി ഞാൻ എന്താ ചൂടായേണ്ടത് ഓരോന്ന് ഇട്ടെടുക്കട്ടെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് കളറ് മാറി വരുമ്പോൾ നമുക്ക് എടുക്കാം. ഒരു ടൈം എത്രയാണെന്ന് ഞാൻ ലാസ്റ്റ് പറയട്ടെ. അപ്പോൾ അതാ ഞാനൊന്ന് തിരിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഭാഗം അതുപോലെ എല്ലാ ഭാഗവും ഒന്നായാൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ മലായി കബാബ്, ചിക്കൻ മലായി കബാബ് ഇവിടെ റെഡി ആട്ടോ. കണ്ടോ, എല്ലാ ഭാഗവും ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ എടുക്കുക. ഒരു 8-10 മിനിറ്റോളം എടുക്കും കേട്ടോ അത് ആയി വരാൻ. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്യട്ടെ. ഇതാണ്, കണ്ടല്ലോ അല്ലേ, ഞാൻ ഫുള്ള് എടുത്തിട്ട് കാണിച്ചു തരേ. ഇതാ നമ്മുടെ കബാബ് കണ്ടോ, ഇതാട്ടോ ഞാൻ കാണിച്ചു തരേ. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റാണ് ഉള്ളു, കണ്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, റെസിപ്പി ഷെയർ ചെയ്യുക. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thank you.